ഇന്ന് എല്ലാവർക്കും മധുരം തരാന്ന് വെച്ചു. അല്ല സാറേ, എന്താ വിശേഷം? ചെറിയൊരു വിശേഷമുണ്ട്. എനിക്കല്ല, ദേ ഇയാൾക്ക്. എന്റെ ഭാര്യ ഒരമ്മയാവും പോവാ. ആഹാ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. കൊടുക്ക. താങ്ക് യു. താങ്ക് യു. താങ്ക്സ്. കൺഗ്രാറ്റുലേഷൻസ്. കണ്ണനൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ ലച്ചുവിന് ഇതുപോലൊരു ഭാഗ്യം കിട്ടില്ല. അത് ഈ നിമിഷം മുതൽ അവൾ തിരിച്ചറിയാൻ തുടങ്ങും. താങ്ക് യു മാം. കൺഗ്രാറ്റ്സ് മാം. താങ്ക് യു. ഉണ്ണേട്ടാ, എല്ലാരും കൊടുത്തോ? ഇനി ഞങ്ങളെ കണ്ണേട്ടനും ഏട്ടത്തേക്ക് മധുരം കൊടുക്കട്ടെ. ശരി സാർ. വാ. നീ വന്നോ? വാ വാ വാ, ഇരിക്കട. നീ കരുണയെ വിളിച്ചില്ലേ? വിളിച്ചോ? എന്നിട്ട് അവള് വന്നില്ലേ? ആ, വാശിയൊക്കെ കളഞ്ഞ് എത്തിയോ? എത്തിയത് പോയതുപോലെയല്ല, നല്ലൊരു വാർത്ത കേട്ടാ. കണ്ണേട്ട ഒരു വല്യച്ഛനാവാൻ പോവാ. അതെ, ഇവള് വിശേഷം അറിയിച്ചു കഴിഞ്ഞു. ഏട്ടനത് കൊടുക്ക്. ഇനി പഴയ കരുണയാവരുത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാലും ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അതിൻ്റെതായ പക്വത നിന്റെ ജീവിതത്തിലും ഉണ്ടാവണം. ആവശ്യത്തിനുള്ള പക്വതൊക്കെ എനിക്കുണ്ട് കണ്ണേട്ട. പിന്നെ ഞാൻ പിണങ്ങി എന്റെ വീട്ടിലേക്ക് പോയെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അതേപ്പറ്റി ഇനി ഒരു തർക്കത്തിന് താല്പര്യമില്ല. ഞാൻ ഇത് കൊണ്ടുപോയി ലക്ഷ്മിക്ക് കൊടുത്തിട്ട് അവളോട് വിവരം പറയട്ടെ. കരുണ പ്രഗ്നന്റ് ആണെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നോ? എന്നിട്ട് നിന്നോട് പറയാതിരിക്കായിരുന്നോ? ഏയ് ഇല്ല, ഞാൻ അവളെ ചെന്ന് വിളിച്ചപ്പോ അവള് വരില്ലെന്നും പറഞ്ഞ് അകത്തേക്ക് പോയപ്പോഴാ തലചുറ്റി വീണ. അവിടുന്ന് ഞാനും അവളുടെ അച്ഛനും കൂടെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അതറിയുന്നത്. അത് ശരി. അപ്പൊ അറിഞ്ഞിട്ട് രണ്ടാളും കൂടി ഇങ്ങോട്ട് പോരായിരുന്നല്ലേ? അതെ. നീ വന്നോ? ഞാൻ കരുതി ഉണ്ണി വന്ന് വിളിച്ചാലും നീ നിന്റെ വാശിക്ക് വരില്ല എന്ന്. ഇനി വരാതിരിക്കേണ്ട കാര്യം എന്താ? എന്റെ ഉണ്ണേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആ, അങ്ങനെ നീ പറയണം. അത് കേൾക്കുന്നതാ എനിക്ക് സന്തോഷം. എന്നാ നിനക്ക് സന്തോഷമുള്ള വേറൊരു കാര്യം പറയട്ടെ. ദേ, ആദ്യം ഈ മധുരം കഴിക്ക്, എന്നിട്ട് ഞാൻ പറയാം. എന്താ വിശേഷം? ആദ്യം നീ ഇത് എടുക്ക്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് അമ്മയാവുന്നതും പ്രസവിക്കുന്നതൊക്കെ ഒരു ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യത്തിലേക്ക് ഞാൻ അടുത്തോണ്ടിരിക്കുക. ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്നാ പറഞ്ഞേ. ഉള്ളിലെ വേദനയും അമർഷവും ഒതുക്കി ഇവൾക്ക് മാത്രമേ ഇങ്ങനെ ചിരിക്കാൻ പറ്റൂ. അല്ല, ഇങ്ങനൊരു വാർത്ത അറിഞ്ഞപ്പോ തന്നെ അതെന്നെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ ഇന്ന് രാവിലെയും കൂടെ അമ്മയെ വിളിച്ചു. എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ അല്ല, കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ചാ ഇത് ഞാൻ അറിയുന്നത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കണം നീ. ആദ്യ മാസങ്ങളിൽ വളരെ സൂക്ഷിക്കണം. ശരീരമൊന്നും അധികം അനക്കാൻ പാടില്ല. ഈ പറയുന്ന കേട്ടാ തോന്നുമല്ലോ നീ 1-2 പ്രസവിച്ച കൂട്ടത്തിലാണെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനേ പ്രസവിക്കണം എന്നൊന്നുമില്ല.
ആ ഉണ്ണി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എനിക്കൊപ്പം വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച ഇവളെ എനിക്കൊപ്പം പറഞ്ഞു വിടാൻ ദൈവം ഒരു കാരണം കണ്ടെത്തി. ഇനി ഇവൾ ഉണ്ണിയെ വിട്ട് എവിടേക്കും പോവില്ല. അറിയിക്കേണ്ടവരെല്ലാം ഈ സന്തോഷ വാർത്ത അറിയിച്ചല്ലോ. ഇനി പോവാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. മോളെ സൂക്ഷിക്കണേ. അത് കൂടെ കൂടെ പറയണ്ട, എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.